മലപ്പുറം തെയ്യാലയിൽ കാർ ആക്രമിച്ച് 2 കോടി തട്ടിയ സംഘത്തിലെ പ്രതി പണം സൂക്ഷിച്ചത് പട്ടിക്കൂട്ടിൽ. പ്രതി ഫവാസാണ് കൊട്ടേഷൻ കൂലിയായി കിട്ടിയ 5 ലക്ഷം രൂപ വീട്ടിലെ പട്ടിക്കൂട്ടിൽ ഒളിപ്പിച്ചത്. പോലീസ് തെരച്ചിലിൽ പട്ടിക്കൂട്ടിൽ നിന്ന് പണം കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ 5 ലക്ഷം ഇത് നമ്മൾ കയ്യിൽ നിന്ന് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ പറ ഒന്ന് കാണിച്ചാ ഇങ്ങോട്ടാ എലി കെട്ടേ. എത്ര ഉണ്ട് ഒന്ന് ആൾക്കാരെ മുന്നേ 2 ലിറ്റർ പോകണം. 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ 5 ലക്ഷം വിപിൻ സി വിജയൻ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുകയാണ്. വിപിൻ, നാടിനെ തന്നെ ഞെട്ടിച്ച ഒരു കവർച്ചയായിരുന്നു അത്. വാഹനം തടഞ്ഞു നിർത്തി മാരകായുധങ്ങളുമായി എത്തി നടത്തിയ കവർച്ച. അതിൻ്റെ പണം സൂക്ഷിച്ചത്, ഈ കൊട്ടേഷനായി കിട്ടിയ പണം സൂക്ഷിച്ചത് പട്ടിക്കൂട്ടിലാണ്. പോലീസ് എങ്ങനെയാണ് കൂടുതൽ വിവരശേഖരണം നടത്തുന്നത്? പോലീസിൻ്റെ നീക്കങ്ങൾ എങ്ങനെയാണ് വിപിൻ? രജിത്ത്, കൊട്ടേഷന് കൂലിയായി ലഭിച്ച 5 ലക്ഷം രൂപ സൂക്ഷിച്ചത് വീടിന്റെ പട്ടിക്കൂട്ടിന്റെ മേൽക്കൂരയിലാണ്. ആ മേൽക്കൂര കാണുന്നത് പോലെ തന്നെ ടാർപ്പായ കൊണ്ട് മൂടിയതാണ്. അതിനുള്ളിലായിട്ട് ഒരു കവറിലായിരുന്നു ഈ 5 ലക്ഷം രൂപ സൂക്ഷിച്ചിരുന്നത്. 3 പ്രതികളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അതിൽ ഫവാസിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ പണം എവിടെയാണ് സൂക്ഷിച്ചതെന്ന് ചോദിക്കുകയും അങ്ങനെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അത് ഈ രീതിയിൽ ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ഓഗസ്റ്റ് 14-നാണ് അനീഫ വാഹനത്തിൽ വരുന്ന സമയത്ത് ആ വാഹനം തടഞ്ഞു നിർത്തുകയും അതിലുണ്ടായിരുന്ന 2 കോടി രൂപ കവർച്ച നടത്തുകയും ചെയ്തത്. ഏകദേശം ഒരു 10 മണിയോട് കൂടിയായിരുന്നു. അന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ നാടിനെ നടുക്കിയ ഒരു സംഭവമായിരുന്നു. ആ 2 കോടി രൂപ എവിടെ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉണ്ടായിരുന്നു. സംഭവത്തിൽ 3 പ്രതികൾ പിടിയിലായി എന്നുണ്ടെങ്കിലും പണം എവിടെ എന്നുള്ളത് കണ്ടെത്താനുള്ള ഒരു ശ്രമം കൂടി പോലീസ് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇനിയും പ്രതികൾ പിടിയിലാകാനുമുണ്ട്. ഈ അനീഫയ്ക്ക് പണം കൊടുത്തയാളാണ് ഈ കൊട്ടേഷന് പുറകിൽ എന്നുള്ളത് കൂടിയാണ് പോലീസ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. അപ്പോൾ കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചു കഴിഞ്ഞു. അതിനിടയിലാണ് ഈ കൊട്ടേഷൻ കൊടുത്ത സംഘം അത് എത്ര രൂപയ്ക്കാണ്, അതെവിടേക്ക് ഒളിപ്പിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഒരു വ്യക്തത വരുന്നത്. കാരണം ഈ പ്രതികൾ ഈ കൊട്ടേഷൻ ഇത് നടത്തിയതിന് ശേഷം അനീഫയെ ആക്രമിച്ച ശേഷം നേരെ ഗോവയിലേക്കാണ് കടന്നത്. അവിടെ നിന്ന് തിരിച്ച് കോഴിക്കോട് വഴി വരുന്ന സമയത്തായിരുന്നു പോലീസ് പിടികൂടുന്നത്. അപ്പോൾ കൂടുതൽ പ്രതികൾ പല ഭാഗങ്ങളിലായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ നിഗമനം. ആ രീതിക്കുള്ളൊരു അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട്. വിപിൻ, ഇത്രയും പണം ഈ കാറിലുണ്ട് എന്ന കാര്യം ഇവരെങ്ങനെ അറിഞ്ഞു? അത് സംബന്ധിച്ച കൂടുതൽ അന്വേഷണങ്ങളിലേക്കൊക്കെ പോലീസ് കടക്കുന്നുണ്ടോ? അന്ന് വിദേശത്ത് നടന്നൊരു ഇടപാടുമായി ബന്ധപ്പെട്ട പണം എന്നൊക്കെയായിരുന്നു വിവരങ്ങൾ പുറത്തു വന്നിരുന്നത്. ഇതിൻ്റെ കൂടുതൽ ഉള്ളറകളിലേക്ക് പോലീസിൻ്റെ അന്വേഷണം ചെന്നെത്തുന്നുണ്ടോ വിപിൻ? അതെ, ഇത് വിദേശത്ത് നടന്നൊരു ഇടപാടിൻ്റെ ഒരു പണം എന്നുള്ളതാണ്. അത് ഈ അനീഫ എന്നുള്ള കൊടുത്ത ഒരാളുണ്ട്. അയാളാണ് ഈ കൊട്ടേഷന് പുറകിൽ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അയാളിൽ നിന്നും ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 2 കോടി തിരിച്ച് കൈക്കലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കൊട്ടേഷൻ സംഘത്തെ ഇതിനായി ഏർപ്പാടാക്കിയിട്ടുള്ളത്. അതിൽ 1-ാം പ്രതിക്ക് തന്നെ 11 കേസുകളുണ്ട്. ഇത്തരത്തിലൊരു കൊട്ടേഷൻ സംഘത്തെ ഏർപ്പാടാക്കുകയും തെയ്യല സ്കൂളിൻ്റെ ഭാഗത്ത് വെച്ച് വാഹനം തടഞ്ഞു നിർത്തി അവിടെ മാരകായുധങ്ങളൊക്കെ കാണിച്ച് അവരെ പേടിപ്പിച്ച് ഈ 2 കോടി രൂപ കവർച്ച നടത്തുകയായിരുന്നു. അന്ന് തന്നെ കൃത്യമായി ഈ 2 കോടി രൂപ വാഹനത്തിലുണ്ട് എന്നറിയുന്ന ഒരു സംഘമാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് വ്യക്തമായിരുന്നു. പിന്നീട് ആരാണ് എന്നുള്ളതാണ് അതിന് CCTV ഒക്കെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലാണ് അതൊരു കൊട്ടേഷൻ സംഘത്തിന്റെ പങ്ക് സംശയിക്കുന്നതും പിന്നീടുള്ള അന്വേഷണത്തിൽ ഈ കൊട്ടേഷൻ സംഘങ്ങൾ പിടിയിലാവുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ആസൂത്രകനെ സംബന്ധിച്ച പോലീസിന് കൃത്യമായ സൂചനകളുണ്ട്. അതിലേക്ക് കൂടി ഇതിനോടകം തന്നെ കടന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവും. ഒപ്പം തന്നെ ഈ പണം കണ്ടെത്താനുള്ള ശ്രമം കൂടി പോലീസ് ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. താനൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഈ കേസിൽ അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ശരി, പ്രതി ഫവാസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വീട്ടിൽ പരിശോധന നടന്നത്. കൊട്ടേഷൻ കൂലിയായി കിട്ടിയ 5 ലക്ഷം രൂപ പട്ടിക്കൂടിന്റെ മുകളിലാണ് ഒളിപ്പിച്ച നിലയിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ഇതിൽ ആരൊക്കെ ഈ ഗൂഢാലോചനയുടെ ഭാഗമായി എന്നതിലേക്കടക്കം പോലീസിന്റെ അന്വേഷണം നീളുന്നുണ്ട്.